ഫാറ്റ് ലിവറും കുറയും, ഷുഗറും കുറയും, ബ്ലോക്കുകൾ കുറയും, അതേപോലെ BP കുറയും, നീർക്കെട്ടുകൾ കുറയും. പല ബെനിഫിറ്റ് ഈ ഫാസ്റ്റിങ്ങിലൂടെ കിട്ടും. ഈ നോമ്പെന്ന് പറയുന്നത് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് പല റിലീജിയനിലും പല രീതിയിലാണ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ റംസാൻ ഫാസ്റ്റിംഗ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അത് ഏറ്റവും കൂടുതൽ ഈ റംസാൻ മാസത്തിലാണ് ശരീരം ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റിങ്ങിൽ നിന്നും നിൽക്കുമ്പോൾ ബോഡിക്ക് കുറച്ച് നേരത്തേക്ക് ഫുഡ് കിട്ടാതാകുമ്പോൾ ബോഡി എന്ത് ചെയ്യുന്നു, ശരീരത്തിലെ ഫാറ്റിനെ കൺവേർട്ട് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ കിട്ടാതാകുമ്പം പിന്നെ ഫാറ്റ് എടുക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബോഡിയെ റിപ്പയർ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞേച്ച് നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്തേച്ച് ഫുഡ് കഴിക്കുന്നൊരു സമയം വരും. ആ സമയത്ത് നമ്മൾ ആദ്യം വെള്ളം കുടിച്ച് തുടങ്ങുവാണെങ്കിൽ ഓക്കെ. അത് ഉടനെ പോയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കുക, പുളിയുള്ള ജ്യൂസുകൾ കുടിച്ചു കഴിഞ്ഞാൽ ഒന്നാമതേ അസിഡിറ്റി ഉള്ള പ്രശ്നങ്ങൾ കാണും. അതിൻ്റെ കൂടെ ഇതുകൂടെ വരുമ്പോഴത്തേനത് പ്രശ്നം കൂടത്തേ ഉള്ളൂ. അത് കഴിഞ്ഞേച്ച് കോമൺ ആയിട്ട് വരുന്നത് ഈ സമോസ അങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ് ആണ്. അത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക. അതായത് അത്രയും നേരം ക്ലീനും റിപ്പയറും ചെയ്ത ഒരു ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് ചെറിയ ഇതുള്ള ഡ്രൈ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിച്ചേച്ച് പിന്നെ കുറച്ച് ഗ്യാപ്പ് വെച്ചേച്ച് അത് കഴിഞ്ഞേച്ച് നമ്മൾ നോർമൽ ഫുഡിൻ്റെ രീതികൾ, ഫ്രൂട്ട്സ് നമ്മളെ തണ്ണിമത്തൻ രീതിയിലുള്ള, അതായത് അധികം പുളി ഇല്ലാത്ത ടൈപ്പ് ഫ്രൂട്ട്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. പപ്പായ നല്ലൊരു ഓപ്ഷനാണ്, ഈന്തപ്പഴം നല്ലൊരു ഓപ്ഷനാണ്. നോമ്പ് തീർന്നേച്ച് ഈ ഒരു അളവിൽ ഇതിൻ്റെ അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ കയറുമ്പോൾ അതിനകത്ത് ബേക്കറി സാധനങ്ങളും ഫ്രൈഡ് ഐറ്റംസും എല്ലാം വന്ന് കയറുമ്പം മുക്കി കോരി എടുക്കുന്ന സാധനങ്ങൾ കയറുമ്പം ആ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടും. അതായത് എന്തിനാണ് നമ്മൾ ആ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് അതിൻ്റെ ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അസിഡിറ്റി പ്രശ്നം കൂടുന്നത് ഫാസ്റ്റിംഗ് സമയത്താണ്. അതേപോലെ തന്നെ ഷുഗർ കൂടുന്നത് ഫാസ്റ്റിംഗ് സമയത്താണ്. തലകറക്കം വരുന്നത് ഫാസ്റ്റിംഗ് സമയത്താണ്. ജോയിൻറ്റ് പെയിൻസും ക്ഷീണവും ഭൂരിഭാഗം പ്രശ്നങ്ങളുണ്ടാകുന്നത് ഫാസ്റ്റിംഗ് സമയത്താണ്. അത് കറക്റ്റായിട്ട് ചെയ്താൽ എല്ലാം ഓക്കെയാണ്. അപ്പം ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ബോഡി ക്ലെൻസിങ് മെത്തഡാണ്. അപ്പം ആ ഫാസ്റ്റിംഗ് നിന്ന സമയത്തെങ്കിലും നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും യൂറിനറി ഇൻഫെക്ഷൻസ്, അതേപോലെ തന്നെ ക്ഷീണം, ജോയിൻറ്റ് പെയിൻസ്, മസിൽ വേസ്റ്റിങ്, തലകറക്ക പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അത് പ്രോപ്പർ ഹെൽത്തി മെത്തഡിൽ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതിനകത്ത് നോൺ വെജ് ഐറ്റംസ് നല്ലതാണ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് നല്ലതാണ്, ഡ്രൈ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സുകൾ നല്ലതാണ്. ഈ സമയത്ത് മധുരം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലിവറും കുറയും, ഷുഗറും കുറയും, ബ്ലോക്കുകൾ കുറയും, അതേപോലെ BP കുറയും, നീർക്കെട്ടുകൾ കുറയും. പല ബെനിഫിറ്റ് ഈ ഫാസ്റ്റിങ്ങിലൂടെ കിട്ടും. ആ ഒരു ഡയറ്റ് ഒന്ന് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.